ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിൻ്റെ EVSൻ്റെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തത് ഏബിൾ ടു ഫ്ലോ, എന്താണ്? അതിന് ഒഴുകാനുള്ള ശക്തിയുണ്ട്. ഹാസ് വെയിറ്റ്, അതിന് വെയിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒഴുകാനുള്ള ശക്തിയുണ്ട്, വെയിറ്റും ഉണ്ട്. നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ, അതിന് ആവശ്യമായുള്ള സ്ഥലം വേണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, വെള്ളത്തിന് സ്ഥലം വേണ്ടേ? നമ്മൾ കുപ്പിയിലാക്കുമ്പോഴാണ് അതിൻ്റെ സ്ഥലം അല്ലേ? അപ്പോൾ അതിന് സ്ഥലം വേണം. അപ്പോൾ അതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. ഹാസ് ഇ ഡിഫൈൻ ഷേപ്പ്, അതിനെന്താണ്? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സബ്സ്റ്റൻസസ് ഫ്രം ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ ബിലോ. താഴെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സബ്സ്റ്റൻസ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം. ഒന്നാമത്തത് ഹാവിങ് വെയിറ്റ് ആൻഡ് എബിലിറ്റി ടു ഡിഫ്യൂസ്, എന്താണ്? വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അത് ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടെ ഉണ്ട്. അത് ഏതാണ് സാധനം? എയർ ആണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് എയർ ആണ്. രണ്ട്, ഹാവിങ് ഡിഫൈൻഡ് ഷേപ്പ്, അതിനെന്താണ്? ഷേപ്പ് ഉണ്ട്. അതേതാണ്? സോളിഡ് ആണ്. സോളിഡിന് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലേ? ഗ്യാസ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് പോലെയോ അല്ല. അപ്പോൾ അതിന് ഷേപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ഏതാണ്? സോളിഡ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അവിടെ സോളിഡ് എന്ന് എഴുതി കൊടുക്കാം. സി, നോ ഡിഫൈൻ ഷേപ്പ് ആൻഡ് ആക്സെപ്റ്റ് ഓഫ് ആൻ എക്സാക്ട് വെസൽ, അത് ഏത് വെസലാണോ എടുക്കുന്നത് ആ വെസലിൻ്റെ ഷേപ്പിലാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് ഏതാണ് സാധനം? വെള്ളം, അതുപോലെ തന്നെ ഓയിൽ, ഇതൊക്കെ അത്തരത്തിലുള്ളതാണ്. അതേതാണ്? ലിക്വിഡാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ലിക്വിഡ് എന്ന് എഴുതാം, അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡി ചോദ്യം, ഗീവ് എക്സാമ്പിൾ ഫോർ എ സബ്സ്റ്റൻസ് ദാറ്റ് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് വെൻ ഹീറ്റഡ്. നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റിൽ ഡിഫറൻസ് വരുന്ന സബ്സ്റ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് മാറും. ഏതാണത്? ഐസ്, അല്ലെങ്കിൽ ബട്ടർ, ഗീ, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേര് എഴുതിയാൽ മതി. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്, ഐസ്, ബട്ടർ, ഗീ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. അപ്പു ആൻഡ് അമ്മു മെയ്ഡ് എ വാട്ടർ വീൽ വെൻ ദേ ഷോഡ് ഇറ്റ് അണ്ടർ ദി ടാപ്പ് ദേ സോ ഇറ്റ് വാസ് സ്പിന്നിങ്. അപ്പവും അമ്മും കൂടി എന്തുണ്ടാക്കി? ഒരു വാട്ടർ വീൽ ഉണ്ടാക്കി. എന്നിട്ട് അത് ടാപ്പിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിങ്ങനെ സ്പിൻ ചെയ്യുന്നത്, കറങ്ങുന്നതായിട്ട് അവർക്ക് കണ്ടു. വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്സ് ദ വീൽ ടു സ്പിൻ, ആ ഒരു ഏത് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ആണ് അവിടെ ആ വീലിനെ സ്പിന്ന് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പിക്ചറോട് കൂടിയിട്ട് പറയുന്നുണ്ട് അല്ലേ? അവിടെ ഏത് പ്രോപ്പർട്ടിയാണ്? ഫ്ലോയിങ് വാട്ടർ ഹാസ് എ പവർ, എന്താണ്? ഒഴുകുന്ന വെള്ളത്തിന് പവർ ഉണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ഇൻ ദ പ്രോസസ് ഇൻ വിച്ച് ടേൺസ് ഇൻ ടു ഇൻവിസിബിൾ വേപ്പർ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് വിൻഡ്. വിൻഡിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രവർത്തന ഫലമായിട്ട് വേപ്പർ, ബാഷ്പമായിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? എന്താണ് അതിനെ പറയുന്നത്? ഇവാപ്രേഷൻ എന്നാണ് പറയുന്നത് അല്ലേ? വെള്ളം ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ അയയിലിട്ട് ഉണങ്ങുമ്പോൾ അതൊക്കെ എന്താണ്? ഇവാപ്രേഷനുള്ള എക്സാമ്പിൾസ് ആണ്. 5th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബോത്ത് സിറ്റുവേഷൻസ് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്. ഇവിടെ ഗ്യാസിൻ്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഓരോ സിറ്റുവേഷനിലും ഉണ്ടാകുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ചോദ്യം, ദ ഫ്രാഗ്രൻസ് ഓഫ് കോറൽ ജാസ്മിൻ സ്പ്രെഡ് ടു ദ ഹൗസ്. നമ്മൾ വീട്ടിൽ ഒരു ജാസ്മിൻ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതിൻ്റെ സ്മെല്ല് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും അല്ലേ? അവിടെ ഗ്യാസിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ദ സ്മെൽ ഓഫ് ദ ഫ്ലവർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ എയർ, എയറിലൂടെ അതിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എയർ ഹാസ് ദ എബിലിറ്റി ടു ഡിഫ്യൂസ്, അപ്പോൾ എന്തിന്? എയറിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ദ സ്മെൽ ഓഫ് ദ ഫ്ലവർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഹൗസ്, അതുകൊണ്ടാണ് വീടിലുടനീളം ആ ഒരു ജാസ്മിൻ്റെ സ്മെല്ല് നമുക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇനി ബി ചോദ്യം, വെൻ എ ഗ്ലാസ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് പുഷ്ഡ് ഇൻ ടു ദ വാട്ടർ ഡസ് നോട്ട് ഈസിലി എൻ്റർ ദ ഗ്ലാസ്. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഇൻവേർട്ട് ചെയ്തിട്ട് തിരിച്ച് പിടിച്ചിട്ട് ഒരു വെള്ളത്തിൽ കമിഴ്ത്തുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് വെള്ളം കയറില്ല. എന്താണ് കാരണം?
Since the glass is filled with air, there is only a small space for the water to enter. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഫുള്ള് എയർ നിറയുന്നുണ്ട്, അതിൽ വെള്ളം കയറാനൊരു ചെറിയ സ്പേസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എയർ നീഡ്സ് സ്പേസ് ടു ഓക്യുപ്പൈ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എയറിന് എന്തുണ്ട്, ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു മാർഗംകളി. മാർഗംകളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് എ മുസ്ലിം ആർട്ട് ഫോം. ഇതൊരു മുസ്ലിമുമായി ബന്ധപ്പെട്ട ഒരു ആർട്ട് ഫോം ആണ്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. മാർഗംകളി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റേതാണ്. ഇറ്റ് ഹാസ് 2 phases, വന്ദനഗാനം ആൻഡ് കഥാഗാനം. ഇതിന് 2 phase ഉണ്ട്, വന്ദനഗാനവും കഥാഗാനവും. അതും തെറ്റാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കളിയാട്ടം. ഇതിന് കളിയാട്ടം എന്ന് പറയുന്നുണ്ട്, അതും തെറ്റാണ്. സോ വുമൺ ഡാൻസസ് അറൗണ്ട് എ നിലവിളക്ക് വിയറിങ് ചട്ടായും മുണ്ടും. ഒരു നിലവിളക്ക് വെച്ച് ചട്ടയും മുണ്ടും ധരിച്ചിട്ട് ഡാൻസ് കളിക്കുന്നതാണ്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 7th ക്വസ്റ്റ്യൻ, ഇൻ മെനി വേസ് ബേർഡ്സ് ആർ ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്. നമുക്കറിയാം ബേർഡ്സ്, പക്ഷികൾ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് അല്ലേ. ബട്ട് മെനി ബേർഡ്സ് ആർ ഡിക്രീസിങ് ഇൻ നമ്പർ ടുഡേ. പക്ഷെ ഇന്നെന്താണ്, പക്ഷികളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്പറിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വാട്ട് മേ ബി ദ റീസൺ. എന്തായിരിക്കും അതിൻ്റെ കാരണം? റൈറ്റ് ഡൗൺ. എന്തിൻ്റെ കാരണം എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ട്രീസ് ആർ ബീങ് കട്ട് ഡൗൺ. എന്താണ്, മരങ്ങൾ വെട്ടിമുറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ലോസ് ഓഫ് നെസ്റ്റിംഗ് പ്ലേസസ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂട് വെക്കാനുള്ള സ്ഥലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. മാത്രമല്ല പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗങ്ങൾ ഈ പക്ഷികളൊക്കെ ചത്തൊടുങ്ങാൻ കാരണമാകുന്നുണ്ട്. ലാക്ക് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ. മാത്രമല്ല ഫുഡും വാട്ടറും ഇല്ലാത്തൊരവസ്ഥ. വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ട്, ഫുഡും വാട്ടറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഒരു കാരണം തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ പൊല്യൂഷൻ ഈസ് ഇൻക്രീസിങ്. പൊല്യൂഷനും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് പ്രിപ്പയറിങ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ്. താഴെ 2 പേഴ്സണാലിറ്റീസിനെ കൊടുത്തിട്ടുണ്ട്. അവരെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം രാജാ രവിവർമ്മ, അതുപോലെ തന്നെ സ്വാതി തിരുനാൾ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. രാജാ രവിവർമ്മ, ഹി വാസ് എ ഫേമസ് പെയിൻറ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്ററാണ് അദ്ദേഹം. ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിൻറ്റിങ്. അദ്ദേഹത്തെ മോഡേൺ ഓഫ് ഫാദർ ഇന്ത്യൻ പെയിൻറ്റിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് രാജാ രവിവർമ്മ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യ ദ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് ദാറ്റ് വാസ് എ പ്രിവൈൽഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലൊക്കെ പ്രിവൈൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ ക്യാരക്ടേഴ്സ് ഇൻ ഇന്ത്യൻ മിത്തോളജി വെർ മെയിൻലി ക്രിയേറ്റഡ് ബൈ രാജാ രവിവർമ്മ. നമ്മുടെ ഇന്ത്യയിലെ മിത്തോളജി കാണുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? രാജാ രവിവർമ്മയാണ്. ഈ പോപ്പുലറൈസ്ഡ് പെയിൻറ്റിംഗ് ബൈ പ്രൊഡ്യൂസിങ് ഇൻഎക്സ്പെൻസീവ് പ്രിന്റ്സ് ഓഫ് ഹിസ് പെയിൻറ്റിംഗ് സോ ദാറ്റ് നോട്ട് ഓൺലി ദ വെൽത്തി ബട്ട് ഓൾസോ ഓൾ ആർട്ട് ലവേഴ്സ് കുഡ് പർച്ചേസ് ദം. മാത്രമല്ല അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള മറ്റൊന്നും കൂടെയാണ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ആർട്ട് ലവേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ്. ഇനി ബി ചോദ്യം നോക്കാം. ബി ആരാണ്? സ്വാതി തിരുനാളാണല്ലേ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാം. സോ സ്വാതി എന്നാണ് കേട്ടോ. ഇവിടെ സ്വാതി തിരുനാൾ വാസ് എ ഗ്രേറ്റ് റൂളർ ആൻഡ് മ്യൂസീഷ്യൻ ഹു കമ്പോസ്ഡ് ഓവർ 500 മ്യൂസീഷ്യൽ കമ്പോസിഷൻസ്. അപ്പോൾ സ്വാതി തിരുനാൾ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള റൂളറാണ്. മാത്രമല്ല എന്താണ്, അദ്ദേഹം 5 മ്യൂസിക്കൽ കമ്പോസിഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 500 500ഓളം മ്യൂസിക്കൽ കമ്പോസിഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബോൺ ഓൺ ഏപ്രിൽ 16, 1813. അദ്ദേഹം 1813 ഏപ്രിൽ 16 ജനിച്ചിട്ടുള്ളത്. കൺസിഡർഡ് to be the most famous musician in Kerala and his reign is known as the golden age of Kerala music. അപ്പോൾ അദ്ദേഹം ഈ കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഒരു ഗോൾഡൻ മ്യൂസിക് ഏജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ കമ്പോസ് എക്സ്റ്റെൻസീവ്ലി ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. അദ്ദേഹം മലയാളം മാത്രമല്ല മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ, മലയാളം കൂടാതെ തന്നെയുള്ള ലാംഗ്വേജസിലൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളതും കൂടെയാണ്. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് ഫെസ്റ്റിവൽസ് ആർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവൽസ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം. ഫസ്റ്റ് വൺ, കുടമാറ്റം ആൻഡ് ഫയർ വർക്ക് ആർ ദ മെയിൻ അട്രാക്ഷൻസ്. കുടമാറ്റവും ഫയർ വർക്കുമാണ് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏതാണത്? നമ്മുടെ തൃശ്ശൂർ പൂരമാണ്. ഓക്കെ.
സെലിബ്രേറ്റഡ് ബൈ മലയാളീസ് ഓൾ കാസ്റ്റേഴ്സ് ആൻഡ് റിലീജിയൻസ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ചിങ്ങം. ചിങ്ങം മാസത്തിൽ മലയാളികൾ റിലീജിയനോ കാസ്റ്റോ ഒന്നും നോക്കാതെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ഏതാണത്? ഓണമാണ്. സോ തേർഡ് വൺ, സെലിബ്രേറ്റഡ് ഇൻ ആറന്മുള, ചമ്പക്കുളം ആൻഡ് പുന്നമട. ഇവിടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ഏതാണത്? ബോട്ട് റേസ് ആണ് അല്ലേ, നമ്മളെ വള്ളം കളിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എ, ദ കെലസ്ട്രിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ആർ കോൾഡ് പ്ലാനറ്റ്സ്. ഇപ്പോൾ കെലസ്ട്രിയൽ ബോഡീസിന് ചുറ്റും കറങ്ങുന്ന സണ്ണും അതുപോലെ ഒരു ഫിക്സഡ് പാത്തിലൂടെ കറങ്ങുന്നതിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ ദ കെലസ്ട്രിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ പ്ലാനറ്റ്സ് ആർ കോൾഡ് സാറ്റലൈറ്റ്. കെലസ്ട്രിയൽ ബോഡീസിനെ റിവോൾവ് ചെയ്തുകൊണ്ട് പ്ലാനറ്റ്സിനെയാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അതും ശരിയാണ്. ദ സോളാർ സിസ്റ്റം ഈസ് കംപ്രൈസ്ഡ് ഓഫ് ദ സൺ, ദ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ഇറ്റ്, ദെയർ സാറ്റലൈറ്റ്സ് ആൻഡ് അതർ കെലസ്ട്രിയൽ ബോഡീസ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് മനസ്സിലായി ഇത് മൂന്നും ശരിയാണ് അല്ലേ. സോ എന്ത് കൊടുക്കണം? ഓൾ ആർ കറക്റ്റ് എന്നുള്ളതിനേക്ക് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ കൂട്ടുകാർ എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.